ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 115 സങ്കീർത്തനം 10 തിരുവചനം. കർത്താവിൽ ശരണം വയ്ക്കുവിൻ, അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. സങ്കീർത്തകൻ തൻ്റെ ജീവിത അനുഭവം നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ആരെല്ലാം കർത്താവിൽ ശരണപ്പെടുന്നവോ അവർക്കാർക്കും ലജ്ജിക്കേണ്ടി വരികയില്ല. ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനമാണ്. കർത്താവിൽ ശരണപ്പെടുന്നവർക്ക് അവിടുന്ന് സഹായവും പരിചയമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. ഒരു പരിച പോലെ നമ്മളെ പൊതിഞ്ഞു നിന്ന് ശത്രുവിൻ്റെ എല്ലാ തിരിച്ചടികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുവാൻ കഴിയുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. ഈ വചനത്തിൻ്റെ ഉറപ്പിൽ പുറമായും വിശ്വസിച്ചുകൊണ്ട് കർത്താവിൽ എപ്പോഴും ശരണപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുക. അതെത്ര ഭാഗ്യപ്പെട്ട അനുഗ്രഹീതമായ ജീവിതമാണ്. ഇന്നത്തെ ശുശ്രൂഷകളിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നിരവധിയായ ഭാരങ്ങൾ, നമ്മെ അലട്ടുന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ, മക്കളുടെ, തൊഴിൽ മേഖലകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, നമ്മുടെ മുൻപിലുള്ള 100 ആവശ്യങ്ങൾ, ഇതെല്ലാം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ എന്തുമാവട്ടെ, ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നവനാണ് നമ്മെ വിളിച്ചിരിക്കുന്നവനായ നമ്മുടെ കർത്താവ്. അവിടുന്ന് സർവാധിപനും സർവശക്തനുമായ ദൈവമാണ്. നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. സാധിക്കുന്നവർ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വലിയ ദാഹത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിൽ നിറയുവാനുള്ള തീക്ഷ്ണമായ ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവാശ്രയ ബോധമുള്ളവരാക്കി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ വരണമേ. വചനത്തിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, മഹത്വത്തിന്റെ ആത്മാവായി, ജീവന്റെ ആത്മാവായി, ദൈവാശ്രയത്വത്തിന്റെ ആത്മാവായി ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. വലിയ ആനന്ദത്തോടെ കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിന് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ഒരുമിച്ച് ആത്മാവിനെ മഹത്വപ്പെടുത്തി പാടി ആരാധിക്കുകയാണ്. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയുക. കരമടിച്ച് പാവന റൂഹായേ, ദൈവശക്തിയേ, അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. പാവന റൂഹായേ, വരിക വരിക പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തുക പരിശുദ്ധാത്മാവേ. തുറക്കണമേ. അടഞ്ഞ വാതിൽ തുറക്കാൻ ദുഷ്ടൻ ഒരുക്കും കെണികൾ തകർക്കാൻ. പരിശുദ്ധാത്മാവേ പുതിയ വഴികൾ തുറന്നു തരണമേ. എല്ലാ കെട്ടുകളെയും പൊട്ടിക്കണമേ. കെണികൾ തകർക്കാൻ കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. കാറ്റായി മഴയായി പെയ്യട്ടെ. ഓ പരിശുദ്ധാത്മാവേ, മഴയായി തീയായി റൂഹ പെയ്യട്ടെ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ.
കാറ്റായി മഴയായി തീയായി റൂഹ. ഒന്ന് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മനെ വിളിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒരുമിച്ച്. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. ഹോളി സ്പിരിറ്റ് മൂവ്. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ നിറയുക പരിശുദ്ധാത്മാവേ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ, പെയ്യട്ടെ, പെയ്യട്ടെ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ജീവന്റെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പെയ്യട്ടെ, പെയ്യട്ടെ, റൂഹ പെയ്യട്ടെ, റൂഹ പെയ്യട്ടെ, റൂഹ പെയ്യട്ടെ, റൂഹ പെയ്യട്ടെ, റൂഹ പെയ്യട്ടെ, റൂഹ പെയ്യട്ടെ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ, പെരുവെള്ളത്തിന് ഇരുമ്പലോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഒരു മനസ്സോട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, സർവശക്തനായ ആത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളുടെ മധ്യേ പരിവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ. ഈ സ്തുതി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളെ യേശു ക്രിസ്തുവിനായി അഭിഷേകം ചെയ്യണമേ. ദൈവരാജ്യ വളർച്ചയ്ക്കായി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കെട്ടുകളെ പൊട്ടിക്കണമേ, കുരുക്കൾ അഴിക്കണമേ, കുടുംബങ്ങളെ സന്ദർശിക്കണമേ, ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കണമേ. ബ്ലസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിനായി എല്ലാ ഹൃദയങ്ങളെയും തുറക്കണമേ. അന്ധകാരം മാറട്ടെ, കെട്ടുകൾ അടിയട്ടെ, ദുഃഖങ്ങൾ ഒടിയട്ടെ. പരിശുദ്ധാത്മാവേ, 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 ശക്തിയോടെ വ്യാപരിക്കുക. സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റെടുക്കണമേ. പുറമായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക ആലോചന നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈശോയേ നന്ദി, ഈശോയേ സ്തുതി. പരിശുദ്ധ അമ്മേ, വചനത്തിൻ്റെ അമ്മേ, ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. സാധിക്കുന്നവരെല്ലാം അല്പസമയം ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നിങ്ങളായിരിക്കുന്നിടത്ത് ഏറ്റവും ശാന്തതയോടെ കർത്താവിൻ്റെ വചനം കേൾക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ ശരണപ്പെടുക. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ ശരണപ്പെടുക. ഈ വചന സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. ആത്മീയ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹായവും കൂടിയേ തീരൂ. പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. നമ്മുടെ വിശ്വാസ ജീവിതം കൂടുതൽ ഇഫക്റ്റീവ് ആകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിച്ചേ മതിയാകും. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ ആരെല്ലാം ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ അത്ഭുതങ്ങൾ, ആത്മാവിൻ്റെ ആലോചനകൾ, ആത്മാവിൻ്റെ ശക്തമായ പരിവർത്തനം
കാണുവാനും അനുഭവിക്കുവാനും കഴിയും. ഏകദേശം 30 വർഷമായി കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനാകുവാൻ ദൈവം എന്നോട് കരുണ കാണിച്ചു. ഈ 30 വർഷക്കാലം പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ആശ്രയിച്ചപ്പോൾ മാനുഷിക ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ എന്തുമാത്രം കാര്യങ്ങളാണ് കർത്താവ് തൻ്റെ ആത്മാവിലൂടെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവരാജ്യത്തിൻ്റെ വേലകളുള്ള ബന്ധത്തിലും പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതെൻ്റെ മാത്രം ഒരു അനുഭവമല്ല. ആരെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നവർക്കെല്ലാം ഇതുപോലെ വ്യത്യസ്തങ്ങളായ 100 അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാനുണ്ട്. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചു ജീവിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മൾ ഞെരുക്കപ്പെടുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ആശ്രയിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവുണ്ട്. വഴി തെറ്റാതെ, കൃപയിൽ വീണുപോകാതെ, ബലത്തോടെ നമ്മളെ കരം പിടിച്ച് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയാം. കാരണം അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. പരിശുദ്ധാത്മാവിന് അസാധ്യമായ യാതൊന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് വേണ്ടി അടങ്ങാത്തൊരു ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനം. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ അരൂപി നമുക്ക് തരുന്ന ആലോചന എന്താണ്? അനേക പ്രാവശ്യം നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചന ഭാഗമാണത്. സത്യാത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്, സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ആണ്. നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ആരാണ് സത്യം? വചനമാണ് സത്യം. വചനം ഈശോ തന്നെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മെ ഓരോരുത്തരെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ക്രിസ്തുവിൻ്റെ പരിശുദ്ധി, നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തത, കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കാരുണ്യം, വ്യത്യസ്തങ്ങളായ നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഈ വചനം എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ മുമ്പിൽ ഇത് പറയുന്നത്. മാത്രമല്ല, ഏത് സാഹചര്യത്തിലും നമ്മെ യേശുക്രിസ്തുവാകുന്ന പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. 2 ഉദാഹരണങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് വചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഒന്നാമതായി അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 6-7 വചനങ്ങളാണ്. പക്ഷേ പൗലോസിൻ്റെ മിഷണറി യാത്രയിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഏഷ്യയിൽ നിന്ന് വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചു. വിശുദ്ധ പൗലോസ് ഏഷ്യയിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇപ്പോൾ ഏഷ്യയിലോട്ട് പോകേണ്ട. ചില സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് നോ പറയും. ചില കാര്യങ്ങൾ കാണുമ്പോൾ, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ചില കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ ഉദ്യമിക്കുമ്പോൾ വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയും, അരുത്, ചെയ്യരുത്, അത് കാണരുത്, ഇത് കേൾക്കരുത്, ഇപ്രകാരം നീ പോകരുത്, ഇത് നീ പ്രവർത്തിക്കരുത്. ശക്തമായ മുന്നറിയിപ്പുകൾ പലപ്പോഴും പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നുണ്ട്. പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസ് സുവിശേഷം പറയാൻ ആഗ്രഹിക്കുകയാണ്. എവിടെ? ഏഷ്യയിൽ. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പൗലോസേ, ഏഷ്യയിൽ ഇപ്പോൾ സുവിശേഷം അറിയിക്കേണ്ട. എന്താണ് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്? വിശുദ്ധ പൗലോസ് ശ്ലീഹ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ എപ്പോഴും ആശ്രയിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അവിടെ അവർ വട്ടം കൂടി പ്രാർത്ഥിക്കുകയോ കർത്താവ് തരുന്ന ഡിസൈൻമെൻറ്റിന് വേണ്ടി അവർ ആലോചന ചോദിക്കുകയൊന്നും ചെയ്യുന്നില്ല. അവരെപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലായിരുന്നു. പരിശുദ്ധാത്മാവാണ് അപ്പോസ്തലന്മാരെ നയിച്ചത്, നിയന്ത്രിച്ചത്. അതുകൊണ്ട് തന്നെ ആത്മാവിൻ്റെ ശബ്ദം പെട്ടെന്ന് കേൾക്കാൻ അവർക്ക് കഴിഞ്ഞു.
കാരണം അവർ ആത്മാവിനെ ആശ്രയിക്കാൻ എപ്പോഴും പരിശീലിച്ചവരായിരുന്നു. ഉടനെ പൗലോസിനെ എന്ത് ചെയ്തു? ഫ്രീജിയ, ഗലാത്തിയ എന്നീ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് മിസിയായ്ക്ക് അടുത്ത് വന്നു. ഉടനെ ബഥേനിയയിലേക്ക് പോകാൻ പൗലോസ് തീരുമാനിക്കുകയാണ്. വീണ്ടും പരിശുദ്ധാത്മ പറഞ്ഞു, പൗലോസേ, നീ ബിഥിയാനിയയിലേക്ക് പോകരുത്, ഞാനത് ആഗ്രഹിക്കുന്നില്ല. വീണ്ടും പരിശുദ്ധാത്മ വിലക്കുകയാണ്. ചില കാര്യങ്ങൾ പരിശുദ്ധാത്മ നോ പറയുമ്പോൾ അതിൻ്റെ പുറകിൽ കൃത്യമായ ചില ലക്ഷ്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനുണ്ട്. അങ്ങനെ ത്രോവാസിലേക്ക് പൗലോസ് പോവുകയാണ്. അന്ന് രാത്രിയിൽ പൗലോസ് കിടന്നുറങ്ങുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സ്വപ്നം പൗലോസിന് കൊടുക്കുകയാണ്. മക്കെദോനിയക്കാരനായൊരു ചെറുപ്പക്കാരൻ പൗലോസിന് അരികിൽ വന്ന് പൗലോസിനോട് പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളോട് സുവിശേഷം അറിയിക്കുക, ഞങ്ങളോട് നീ വചനം പങ്കുവെക്കുക, ഞങ്ങളെ സുവിശേഷം അറിയിക്കുക. വിശുദ്ധ പൗലോസിന് മനസ്സിലായി, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഏഷ്യയിലും ബിഥീനിയായിലും വചനം പ്രസംഗിക്കാനല്ല, മക്കെദോനിയയിലാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു പ്രവർത്തനമാണ്, പദ്ധതിയായിരുന്നു. ആദ്യമായി യൂറോപ്പിൻ്റെ മണ്ണിലേക്ക് കർത്താവിൻ്റെ സുവിശേഷവുമായി കടന്നു പോകാൻ വിശുദ്ധ പൗലോസിനെ കർത്താവിൻ്റെ ആത്മാവ് ഒരുക്കുകയായിരുന്നു. അപ്പം എന്തുകൊണ്ട് മുന്നമേ നോ പറഞ്ഞത്? ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. യൂറോപ്പിൻ്റെ മണ്ണിൽ സഭ രൂപപ്പെടുവാൻ, ക്രിസ്തുവിൻ്റെ സുവിശേഷം തഴച്ചു വളരുവാൻ, യൂറോപ്പ് കർത്താവിനായി സ്വാധീനിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് പൗലോസിനെ യൂറോപ്പിൻ്റെ മണ്ണിലേക്ക്, മക്കെദോനിയയിലേക്ക് അയക്കുകയാണ്. പിന്നീട് നമുക്ക് കാണാൻ പറ്റും മക്കെദോനിയയിൽ ചെന്നുള്ള പൗലോസിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം. അവിടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു. അത്ഭുതകരമായി ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ നിന്നെല്ലാം തൻ്റെ ശിഷ്യരെ വിമോചിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 40-ാമത്തെ വചനം നമുക്കേറെ ആനന്ദം തരുന്നൊരു വചനമാണ്. കാരാഗ്രഹത്തിൽ പുറത്തു വന്നതിന് ശേഷം പൗലോസ് ലിഥിയയുടെ ഭവനത്തിലേക്ക് പോയി. അവിടെ സമ്മേളിച്ചിരിക്കുന്നവരോട് കർത്താവിൻ്റെ വചനം അറിയിക്കുകയാണ്. അവരെല്ലാം ദൈവവചനത്തിൻ്റെ ശക്തിയാലെ ബലപ്പെടുത്തുകയാണ്. തുടർന്ന് പൗലോസ് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അത്ഭുതകരമായി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മ നടത്തിപ്പിൽ ആശ്രയിച്ചപ്പോൾ എന്താ ഉണ്ടായത്? യൂറോപ്പിൻ്റെ മണ്ണിൽ സഭ രൂപം കൊള്ളുകയാണ്. യൂറോപ്പിൽ കർത്താവിൻ്റെ സുവിശേഷത്തിനായി വാതിൽ തുറക്കപ്പെടുകയാണ്. നമ്മൾ ഇപ്രകാരം ചിന്തിച്ചു നോക്കി, പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാതെ, പരിശുദ്ധാത്മാവ് നൽകിയ ഈ ആലോചന സ്വീകരിക്കാതെ മുന്നോട്ട് പോരുന്നുവെങ്കിൽ എന്തു പറ്റുമായിരുന്നു? ദൈവാത്മാവിൻ്റെ ഈ പ്രവർത്തനം തടസ്സപ്പെടുമായിരുന്നു. ആ നാളുകളിൽ യൂറോപ്പിൻ്റെ മണ്ണിൽ സഭ രൂപപ്പെടില്ലായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ആശ്രയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങളും നമ്മുടെ മുൻപിൽ പല വാതിലുകളും തുറക്കപ്പെടുന്നത്, അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രബലപ്പെടുന്നത്, നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവകൃപ ഒഴുകപ്പെടുന്നത്, നമ്മുടെ തലമുറ ദൈവാനുഗ്രഹത്തിൻ്റെ തലമുറയായി മാറ്റപ്പെടുന്നത്. നമ്മൾ ആരെല്ലാം വിശ്വസ്തയോടെ പരിശുദ്ധാത്മ നടത്തിപ്പിൽ ആശ്രയിക്കുന്നുവോ ആ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ ഇതുപോലെയുള്ള ആത്മാവിൻ്റെ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നത് കാണുവാൻ കഴിയും. ശാലോം നമുക്കറിയാം, ആഗോള സഭയ്ക്ക് എത്രമാത്രം അനുഗ്രഹമായി പരിശുദ്ധാത്മാവ് ശാലോമിനെ അഭിഷേകം ചെയ്ത് ഉയർത്തി. വർഷങ്ങൾക്ക് മുൻപ് ബെന്നിസാറ് പരിശുദ്ധാത്മ നൽകിയ ആലോചന പ്രകാരം പരിശുദ്ധാത്മ നടത്തിപ്പിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇന്ന് ശാലോം ഇത്തരത്തിൽ വളരുവാനും ഉയരുവാനും കാരണമായത്. ഇന്ന് എന്തുമാത്രം മിനിസ്ട്രികളാണ് ശാലോമിന് ബന്ധപ്പെട്ടുള്ളത്? ശാലോം അമേരിക്ക, ശാലോം വേൾഡ്, ശാലോം യൂറോപ്പ്. മാത്രമല്ല ഈ അടുത്ത ദിവസങ്ങളിൽ 24 മണിക്കൂറും
തിരുക്കർമ്മങ്ങളോടും പ്രാർത്ഥനയോടും ബന്ധപ്പെട്ട് ഒരു പുതിയ ചാനൽ വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ്. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ ആശ്രയിക്കുമ്പോൾ ആത്മാവ് തരുന്ന ആലോചനകൾ ആരെല്ലാം അനുസരിക്കുന്നുവോ, ഈ അനുസരണത്തിലൂടെ വലിയ കാര്യങ്ങളാണ് സഭയിലും ലോകത്തിലും സമൂഹങ്ങളിലും പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധം ദൈവത്തിൻ്റെ ആത്മാവ് ശാലോമിനെ അനുഗ്രഹിച്ച് ഉയർത്തി. പ്രിയപ്പെട്ടവരെ, ബെന്നിസാർ എന്ന് പറയുന്ന സാധാരണക്കാരനായ ആ പാവപ്പെട്ട മനുഷ്യൻ്റെ ആശ്രയബോധമാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുവാൻ അദ്ദേഹം കാണിച്ച ചങ്കൂറ്റമാണ് ഇത്തരത്തിലുള്ള വലിയ നന്മകൾ ഇന്ന് നമുക്കും സഭയ്ക്കും ലഭിക്കാൻ മുഖാന്തരമായത്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായത്തിലൂടെ 26-ാമത്തെ തിരുവചനമാണ്. അവിടെ പീലിപ്പോസിനെയാണ് കാണാൻ കഴിയുന്നത്. ആദിമ സഭയിലെ വളരെ ശക്തനായ ഡീക്കനായിരുന്നു, സുവിശേഷ പ്രഘോഷകനായിരുന്നു പീലിപ്പോസ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ജനമധ്യേ വലിയ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവൻ, അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചവൻ, കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ തീയായിരുന്നു പീലിപ്പോസ്. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, പീലിപ്പോസേ, നീ മരുഭൂമിയിലുള്ള ഗാസയിലേക്ക് പോവുക. ഒരു വിജന പ്രദേശമാണ്. ആയിരങ്ങൾ മുൻപിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ അരൂപി പറയുന്നത്, നീ ഒറ്റപ്പെട്ട വിജനമായ ആ മരുഭൂമി ഗാസയിലോട്ട് പോകണം. ചില കാര്യങ്ങൾ പരിശുദ്ധാത്മ പറയുമ്പോൾ നമുക്ക് സംശയം തോന്നും. ഇതൊക്കെ സംഭവിക്കുന്ന വല്ല കാര്യമാണോ? ഇതൊക്കെ നടക്കാൻ പോകുന്നുണ്ടോ? ബുദ്ധി ആശ്രയിക്കരുത്, സാഹചര്യങ്ങൾ ആശ്രയിക്കരുത്, അനുഭവങ്ങൾ ആശ്രയിക്കരുത്. എപ്പോഴും ആശ്രയിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മാത്രമായിരിക്കണം. ആത്മാവിൻ്റെ ശബ്ദത്തോട് യെസ് പറഞ്ഞ് പീലിപ്പോസ് അവിജനമായ ആ ഗാസ ആ ദേശത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് പീലിപ്പോസ് എന്താ കാണുന്നത്? 27, 28, 29 വചനങ്ങൾ. എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പക്കാരനായ, എത്യോപ്യ രാജ്യത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി, ഫിനാൻഷ്യൽ മിനിസ്റ്റർ, ഒരു ഷണ്ടൻ രഥത്തിൽ ഇങ്ങനെ വരികയാണ്. അവൻ ജെറുസലേമിൽ ആരാധന തിരിച്ചു വരികയാണ്. ഈ രഥത്തിലിരുന്ന് ദൈവത്തിന് തിരുവെഴുത്തിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുക. യെശയ്യാ പ്രവചനമാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത്. 29-ാമത്തെ വചനം വ്യക്തമായി തിരുവെഴുത്ത് പറയാണ്. പരിശുദ്ധാത്മ പീലിപ്പോസിനോട് പറഞ്ഞു, പീലിപ്പോസേ, ഈ വരുന്ന രഥത്തിന് ചേർന്ന് നീ നടക്കുക, രഥത്തിന് ചേർന്ന് നടക്കുക. എന്തുകൊണ്ടാണ് പീലിപ്പോസിന് ഈ ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞത്? പീലിപ്പോസ് പരിശുദ്ധാത്മാവിനെ നടത്തിപ്പിൽ ആശ്രയിച്ച ദൈവമനുഷ്യനായിരുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഇതുപോലെ പരിശുദ്ധാത്മാവിനെ അങ്ങ് പൂർണ്ണമായി ആശ്രയിച്ചാലുണ്ടല്ലോ, നമ്മുടെ ജീവിതം ഒരു അത്ഭുതമായിട്ട് മാറും. ഈ സമയത്ത് പീലിപ്പോസ് ചോദിക്കും, അങ്ങ് ഈ വായിക്കുന്നത് അങ്ങേക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഷണ്ടൻ പറയാ, ആരെങ്കിലും വ്യാഖ്യാനിച്ച് തരാതെ എനിക്കെങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുക? അങ്ങനെ പീലിപ്പോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ഷണ്ടനോട് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ വചനങ്ങൾ പ്രസംഗിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 35-ാമത്തെ വചനം അപ്പോസ്തല പ്രവൃത്തി 8:35 പറയാണ്, അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനം, മരണം, ഉത്ഥാനം, ആ പഴയ നിയമം ഉദ്ധരിച്ച് കർത്താവായ യേശുവിലെത്തി. പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണത്. ഇതെല്ലാം അങ്ങ് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ലിദിയയുടെ ഹൃദയത്തെ തുറന്നതുപോലെ ഈ ഷണ്ടൻ്റെ ഹൃദയത്തെ തുറക്കുകയാണ്. ഇവരീ പോകുന്ന സമയത്ത് ഒരു ജലാശയം കാണുകയാണ്. 37-38 വചനങ്ങൾ. ഷണ്ടൻ പറയും, എനിക്കുടനെ മാമോദീസ വേണം. എനിക്ക് യേശു ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനാഥനുമായി ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. എനിക്ക് എൻ്റെ മാമോദീസ മുക്കുക. കർത്താവിൻ്റെ സഭയിൽ എനിക്ക് അംഗമാകണം. യേശുവിൻ്റെ ശരീരത്തിലൊരു അവയവമായി എനിക്ക് മാറണം. അങ്ങനെ പീലിപ്പോസ് ത്രിത്വത്തിൻ്റെ നാമത്തിലെ ഷണ്ടനെ മാമോദീസ കൊടുക്കുകയാണ്. ആരാണ് ഈ ഷണ്ടൻ? എത്യോപ്യ രാജ്യത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഒരു വലിയ ഗവൺമെൻറ് ഒഫീഷ്യലാണ്. കർത്താവിൻ്റെ വചനം അദ്ദേഹത്തെ സ്വാധീനിച്ചു. കർത്താവിൻ്റെ സുവിശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. എന്തുകൊണ്ടാണ്
ഗാസയിൽ അഭിജനമായ ദേശത്തേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസ് നിർദ്ദേശം കൊടുത്തത് ഇദ്ദേഹത്തെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടു പ്രിയപ്പെട്ടവരെ. 39-ാമത്തെ വചനം പറയാണ്, സന്തോഷഭരിതനായി ഷണ്ടൻ തൻ്റെ ദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ആ ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ആനന്ദം കൊണ്ട് അവൻ്റെ ജീവിതം നിറയപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ഈ ആനന്ദത്തിൻ്റെ സമൃദ്ധിയിൽ ഷണ്ടനെ നിറയ്ക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മ നടത്തിപ്പിൽ ആശ്രയിക്കുക. നമ്മുടെ ജീവിതങ്ങളിൽ വലിയ ആനന്ദമുണ്ടാകും, ആശ്വാസമുണ്ടാകും. പ്രതിസന്ധികളിലെ, ഞെരുക്കങ്ങളിലെ, സങ്കടങ്ങളിലെ, വേദനകളിൽ, ഒറ്റപ്പെടുന്ന അനുഭവങ്ങളിലെ, ജീവിതത്തിന് വിവിധങ്ങളായ തകർച്ചകളിലെല്ലാം നമ്മുടെ കൂടെ വസിക്കുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന, നിത്യസഹായകനായ, നമ്മൾ ബലപ്പെടുത്തുന്നവനായ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിരന്തരം ആശ്രയിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ദൈവത്തിൻ്റെ അരൂപി നമ്മുടെ ജീവിതങ്ങൾക്ക് പ്രദാനം ചെയ്യും. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായും പരിശുദ്ധാത്മാവിനെ നമുക്ക് അടിയറവ് പറയാം. ഒരു നിമിഷം ഇരുകരങ്ങളെന്ന സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ശക്തിയായി, ദൈവകൃപയായി, ദൈവ സാന്നിധ്യമായി, ദൈവമഹത്വമായി 10,000 പരിശുദ്ധാത്മ വ്യാപരിക്കുന്ന സമയമാണ്. നമ്മളായിരിക്കുന്നിടത്ത് ഹൃദയം തുറന്ന്, അധരം തുറന്ന് വിളിച്ച് വിളിച്ച് യേശു നാമം, യേശു നാമം, യേശു നാമം വിളിച്ച് 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 പ്രാർത്ഥിക്കുക. ആത്മാവിൻ്റെ ശക്തി ഇറങ്ങട്ടെ, ആത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങട്ടെ, ആത്മാവിൻ്റെ വ്യാപാരം ഉണ്ടാകട്ടെ. സാത്താൻ കോട്ടകളെ തകർക്കുന്ന, പൈശാചിക കെട്ടുകളെ പൊട്ടിക്കുന്ന, നാറിയ നുഖങ്ങൾ ഒടിക്കുന്ന, അന്ധകാര ആധിപത്യ പോരുകൾ നിർവീര്യമാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തിക്കായി ആഗ്രഹിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, വരിക 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 വരിക. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 1000 അഭിഷേകം ചെയ്യണമേ, കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഈശോയെ, 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 വിമോചന ശക്തിയാലെ, കൃപയുടെ ശക്തിയാലെ 10,000 നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ ഏറ്റെടുക്കണമേ, ജീവിതങ്ങൾ ഏറ്റെടുക്കണമേ, കൂട്ടായ്മകൾ ഏറ്റെടുക്കണമേ, സമൂഹങ്ങൾ ഏറ്റെടുക്കണമേ. ബ്ലെസ് ലോർഡ്, ബ്ലെസ് ലോർഡ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. എപ്പോഴും അങ്ങേ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവികാലോചന കൊണ്ട് പൂരിതമാക്കണമേ. കർത്താവ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നൽകിയ ഈ ദൂത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുത്ത് പൂർണ്ണമായും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. വ്യക്തിപരമായി നമ്മുടെ കുടുംബങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ദൈവവചനത്തിൻ്റെ ശക്തിയെ അറിയുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ കടന്നു വരാം. മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ.